Dear students, welcome to Learner's World. In this video, I'm going to talk about solved textual questions and activities part 2, Non-Standard English New Textbook, Kerala Syllabus, Unit 1, Hours and Years, Nothing Twice. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താം. ഹൗ ഇസ് ടൈം പോർട്രേറ്റ് ഇൻ ദ പോം? ഈ ഒരു പോയത്തിൽ നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയത്തിൽ സമയം എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ടൈം ഈസ് പോർട്രേറ്റ് ആസ് നോൺ സ്റ്റോപ്പ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി മൂവിങ് ഫോർവേഡ്. അപ്പോൾ സമയത്ത് എങ്ങനെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ഒരു നോൺ സ്റ്റോപ്പായിട്ട്, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് ടൈമിനെ ഇതിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നോൺ സ്റ്റോപ്പായിട്ടുള്ള ഒന്നായിട്ടാണ്. The poem emphasizes the irreversibility of time with the line, "Nothing can ever happen twice," suggesting that each moment is unique and can never be repeated. അതുപോലെ നമ്മുടെ പോയത്തിലുള്ള ഒരു ലൈനാണ് "Nothing can ever happen twice." നമ്മുടെ ലൈഫിൽ ഒന്നും രണ്ടാമതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സമയവും ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യുക. അതായത് സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പിന്നീട് അത് തിരിച്ചു കിട്ടില്ല, നമുക്ക് പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഫീലിംഗ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്ക്? യുവർ നെയിം ഇവോക്ക്, അത് മെൻഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്? ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്സ് എ സെൻസ് ഓഫ് പേഴ്സണൽ കണക്ഷൻ ആൻഡ് ഇൻറ്റിമസി. ഇറ്റ് ആഡ്സ് എ ഹ്യൂമൻ എലമെൻറ്റ് ടു ദ പോം, എംഫസൈസിങ് ദ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് വിത്തിൻ ദ ബ്രോഡർ കോണ്ടെക്സ്റ്റ് ഓഫ് ടൈം പാസിങ്. അപ്പോൾ ഇത് ഒരു സെൻസ് ഓഫ് പേഴ്സണൽ കണക്ഷൻ ആൻഡ് ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഡസ് ദ ക്ലോക്ക് സിംബലൈസ്? ഈ ഒരു പോയത്തിൽ ക്ലോക്ക് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ദ ക്ലോക്ക് സിംബലൈസസ് ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ചേഞ്ച്. ക്ലോക്ക് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെയാണ് ക്ലോക്ക് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മാറ്റത്തെയും ഈ ഒരു ക്ലോക്ക് സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സെർവ്സ് ആസ് എ റിമൈൻഡർ ഓഫ് ദ ഫൈനൈറ്റ് നേച്ചർ ഓഫ് ലൈഫ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് എവറി മൊമെൻറ്റ്. അതായത് നമ്മുടെ ലൈഫിൽ ടൈം എന്ന് പറയുന്നത് നോൺ സ്റ്റോപ്പാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓരോ മൊമെൻറ്റിനും. ഹൗ ഡസ് ദ പോം വ്യൂ ഹ്യൂമൻ റിലേഷൻഷിപ്പ്? എങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനുഷ്യബന്ധങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇതിൽ പറയുന്നത്? The poem suggests that human relationships are precious and should be cherished because they are fleeting. അപ്പോൾ ഈ ഒരു പോയത്തിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പ്രഷ്യസ് ആയിട്ടാണ് ഇതിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം പ്രഷ്യസാണ്, മൂല്യമുള്ളതാണ്, വാല്യുബിളാണ്. അത് നിർബന്ധമായിട്ടും ചെറിഷ് ചെയ്യണം. കാരണം അതിങ്ങനെ ഫ്ലീറ്റിംഗ് മീൻസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്രീസിയേറ്റിംഗ് ദ പീപ്പിൾ ഇൻ അവർ ലിവ്സ് വൈൽ വി ഹാവ് ദ ചാൻസ് ആസ് ടൈം വെയിറ്റ്സ് ഫോർ നോ വൺ. അതായത് നമ്മുടെ ലൈഫിൽ ആളുകളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കണം, അവർക്ക് വാല്യൂ കൊടുക്കേണ്ട സമയത്ത് വാല്യൂ കൊടുക്കണം. കാരണം നമുക്ക് പിന്നീട് അതിനൊരു ചാൻസ് കിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം സമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ പോം ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ തീം? ഈ ഒരു പോയത്തിൻ്റെ ടോൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൻ്റെ എങ്ങനെയാണ് അത് തീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്? ദ ടോൺ ഓഫ് ദ പോം ഈസ് റിഫ്ലക്റ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ്. ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ആണ്, അതേസമയം കണ്ടംപ്ലേറ്റീവ് ആണ്. വാട്ട് ഈസ് മീനിങ് ഓഫ് കണ്ടംപ്ലേറ്റീവ്? അതായത് ചിന്താവിഷ്ടമായിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. കണ്ടംപ്ലേറ്റീവ് മീൻസ് ചിന്താവിഷ്ടമായ. ഇറ്റ് കൺവേസ് എ സെൻസ് ഓഫ് അർജൻസി ടു സീസ് ദ മൊമെൻറ്റ് ആൻഡ് അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്. അതുപോലെ ഇതിൽ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സീസ് ദ മൊമെൻറ്റ്. ഓരോ മൊമെൻറ്റും വിലപ്പെട്ടതാണ്, അതുകൊണ്ട് അത് എൻജോയ് ചെയ്യുക. അത് നമുക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ല, റീടേക്കുകളില്ല, റിപ്പീറ്റേഷൻ ഇല്ല എന്നാണ് പറയുന്നത്.
This tone reinforces the theme of embracing the present and not taking time for granted. അപ്പോൾ ഇതിൽ തീം എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക, പാസ്റ്റിനെ കുറിച്ചിട്ട് ഓർക്കാതിരിക്കുക, അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വെറീഡ് ആവാതിരിക്കുക. ഓരോ ദിവസം എന്ന് പറയുന്നത് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെക്കുറിച്ചിട്ട് വെറി ചെയ്യാനും സോറോ ചെയ്യാനൊന്നും നിൽക്കണ്ട എന്നാണ് പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ദ പോം എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് എവറി മൊമെൻറ്റ് ഇൻ ലൈഫ്. ഡു യു അഗ്രി? ഡിസ്കസ്. ഈ ഒരു പോം എംഫസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊന്നി പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് എവറി മൊമെൻറ്റ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. ഡു യു അഗ്രി? നിങ്ങളിതിന് യോജിക്കുന്നുണ്ടോ? ഡിസ്കസ്. അതായത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുക, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. യെസ്, ഐ അഗ്രി വിത്ത് ദ സെൻറ്റിമെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ദ പോം. ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് എവറി മൊമെൻറ്റ്. ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ടാണ്, അത് അൺപ്രഡിക്റ്റബിളാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റും പ്രഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സീസ് ദ ഡേ അല്ലെങ്കിൽ സീസ് ദ മൊമെൻറ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഡ്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ് ഓർ വറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചർ ക്യാൻ ഡിസ്ട്രാക്ട് us ഫ്രം ഫുള്ളി എക്സ്പീരിയൻസിങ് ദ പ്രസൻറ്റ്. ഡ്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചിട്ട് ഒരുപാട് ഗാഢമായി ചിന്തിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വെറീഡാകുക, ഭാവിയിൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെടുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രസൻറ്റ്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സമയമാണ് നശിക്കുന്നത്. By embracing each moment with gratitude and mindfulness, we can cultivate a deeper appreciation for life and find fulfillment in the here and now. However, it is also important to acknowledge that enjoying every moment doesn't mean ignoring the responsibilities or consequences. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ഈ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക, പ്രസൻറ്റിലുള്ള ഓരോ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്ത് സീസ് ദ മൊമെൻറ്റ് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിൻ്റെ അർത്ഥം നമ്മൾ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നോ, അല്ലെങ്കിൽ കോൺസിക്വൻസസ്, നമ്മളുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ്, സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണോ എന്നൊന്നല്ല അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇറ്റ് മീൻസ് ഫൈൻഡിങ് ജോയ് ആൻഡ് മീനിങ് ഇൻ ദ എവറിഡേ എക്സ്പീരിയൻസസ് ദാറ്റ് ഷേപ്പ് അവർ ലിവ്സ്. അതായത് ഈ സീസ് ദ മൊമെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാക്കുക, നമ്മുടെ എവറിഡേ ലൈഫിൽ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്തൊരു മീനിങ് ഫുൾ ലൈഫ് ഉണ്ടാക്കുക. അത് നമ്മുടെ ലൈഫിനെ തന്നെ ഷേപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.